ഞാനൊരു നഴ്സാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി കൃപാസനത്തിലെ കൊന്തയും പ്രാർത്ഥനയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ എൻ്റെ അനിയത്തി ലൈറ്റൽ ക്യാൻഡ് പ്രയർ ഇട്ട് അവർക്ക് ബിഎഡിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് എന്നെ കൃപാസനത്തിൽ എത്തി. ഇവിടെ വന്ന് നന്ദി പറയാനായിരുന്നു ഇവിടെ വന്ന് എന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നെല്ലാം ഞാൻ കേട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എഴുതിയിട്ട നിയോഗങ്ങളെക്കാളും എനിക്ക് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഒന്നുപോലും തെറ്റാതെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാനതൊരു പേപ്പറിൽ എഴുതി ഓരോ ദിവസവും ടിക്കറ്റ് പോയി ചെയ്യുന്നത്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ മുട്ടുകുത്തിക്കുമ്പോഴേയും എൻ്റെ പുറകിൽ നിന്ന് ആരോ ഞാൻ ഇവിടുന്ന് പോയ എൻ്റെ കൂടെ ആരോ വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ മുട്ടുകുത്തുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. അത്ര ഒരു ഭയങ്കര ശക്തി എനിക്ക് മാതാവിന് ഫീൽ ചെയ്തു. അന്ന് ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗം ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ ഞാൻ അന്നൊരു നിയോഗം വെച്ചില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അർട്ടിക്കേറിയയുടെ അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ഒരു മാസം പനി വരും, മേലെല്ലാം ചൊറിഞ്ഞ് തടിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് നിയോഗത്തിൽ വെക്കാൻ ഞാൻ ഓർത്തില്ല, ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ആ ദിവസം ഒരു 5-6 ദിവസം തൊട്ട് തന്നെ എനിക്ക് പനി വന്നു. പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു കാര്യമോ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പനി വന്നെങ്കിലും ഒരിക്കലും അർട്ടിക്കേറിയയുടെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നില്ല. എനിക്കൊരു പനി വരുന്നപാട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക. അതിന് ഭയങ്കര ശക്തിയാണ്. എനിക്കത് അന്ന് തൊട്ടേ കിട്ടിയതാണ്. ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. ഉടമ്പടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു പനി വന്നെങ്കിൽ പോലും ഒരു മരുന്ന് കഴിക്കേണ്ടതായോ ഒരു അലർജിയുടെ പ്രശ്നം വന്നിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല. രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, അന്ന് ഞാൻ ഒന്നാമതായി ഒരു നിയോഗം വെച്ചായിരുന്നു. ഞാൻ നേഴ്സാണ്. എനിക്ക് സൗദിയിൽ പോയി ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ നിയോഗം വെച്ചു. എനിക്ക് സൗദി MOH കിട്ടി പോകണേ എന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത്. അന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു. അമ്മയെ സെപ്റ്റംബർ 20-ാം തീയതി എനിക്കത് കംപ്ലീറ്റ് ആയി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വിട്ട് പോയി. ആദ്യത്തെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്പീഡ് എവിടെ ഒരു തടസ്സം കൂടാതെ എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു. അങ്ങനെ ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് എനിക്ക് മാതാവിനെ എടുക്കാൻ ഒരു അനുഗ്രഹം കിട്ടി. ആ പുതുക്കൽ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് മെയിൽ MOH ഇൻ്റർവ്യൂ വിളിച്ചു. എനിക്കതിൽ ഉടമ്പടിയുടെ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഏപ്രിൽ ഞാൻ MOH എക്സാം എഴുതി. എക്സാമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാൽ എനിക്ക് 7ാം നമ്പർ ഒരു സിസ്റ്റം കിട്ടണമെന്ന്. എനിക്ക് 7ാം നമ്പർ സിസ്റ്റം കിട്ടി. എക്സാം എഴുതി. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതിയേ. അങ്ങനെ ആ എക്സാമിന് പാസ്സായി.